Hello guys, welcome to Phone Money YouTube channel. Welcome. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് CMF by Nothingന്റെ വാച്ച് പ്രോയുടെ അൺബോക്സിംഗ് ആണ് ആൻഡ് ഒരു വെറൈറ്റി പാക്കേജിംഗ് ആയിട്ട് വന്നിരിക്കണേ. ഓക്കെ, സോ നമുക്ക് ഇവിടെ തന്നെ ഒരു ഓപ്പൺ ഒരു സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബുക്ക്ലെറ്റ് പോലെ തുറക്കുമായിരിക്കും. Absolutely. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വാച്ച് ആൻഡ് okay, so ഇതാണ് നമ്മുടെ വാച്ച് വെച്ചിരിക്കണേ ആൻഡ് ബട്ടൺ ഉണ്ട് ആൻഡ് ദെൻ നമ്മുടെ ഓറഞ്ച് സ്ട്രാപ്പ്. സോ ആക്ച്വലി സ്ട്രാപ്പ് ഡിഫറൻസിന് മാത്രമായിട്ട് 500 രൂപ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. സോ ആക്ച്വലി ഇതിന് വരുമ്പോൾ എക്സ്ട്രാ ഒരു 500 രൂപ വരുന്നുണ്ട്, മറ്റേതാണെങ്കിൽ 500 രൂപ കുറവാണ് ഇതിൻ്റെ ഗ്രേ കളർ തന്നെയാണെങ്കിൽ. ആൻഡ് ദെൻ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നത് നമ്മുടെ ഒരു USB ഗൈഡ് കിട്ടുന്നുണ്ട്. Okay, and then charging cable. Okay, so that's it. Simple packaging. So first let's boot up. Okay, CMF by Nothing. Just scan ചെയ്യാം. Okay, so let's see. Obviously okay, നമ്മുടെ CMFന്റെ ആപ്പ് ഇട്ട് തന്നെ വയ്ക്കണം. So let's install. Meanwhile നമുക്ക് just ആ സ്ട്രാപ്പ് ഒന്ന് ഇടാം. Okay, so just okay, and next സിമ്പിൾ ആയിട്ട് പ്രത്യേകിച്ച് എഫോർട്ട് ഉണ്ട്. ജസ്റ്റ് ആ ഒരു ലൊക്കേഷനിൽ കൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് കയറ്റിയാൽ മതി. Okay, fit, it's done. Okay, so you just so I will show you how it looks. Okay, okay, yes, so ഇതാണ്. സോ ഒരു പ്രീമിയംനെസ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വുഡ് സേ ജസ്റ്റ് ഓക്കെ ആണ്. ഓ, അങ്ങനത്തെ ഫീച്ചറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ലെറ്റ്സ് വെയിറ്റ്. സോ ആപ്പ് ഇൻസ്റ്റാൾ ആയിരുന്നു. സോ ജസ്റ്റ് ക്ലിക്ക് ഇൻസ്റ്റാൾ. ഓ, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കാം. സോ ഗൂഗിൾ കൊടുത്തപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻഷ്യൽ സെറ്റപ്പ് വന്നിട്ടുണ്ട്. ജസ്റ്റ് സ്കിപ്പ് ചെയ്തിടുക കേട്ടോ. ഓക്കെ, ആൻഡ് ഇന്റർഫേസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ആഡ് ഡിവൈസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഉണ്ടോ ടാപ്പ് ആഡ് ഡിവൈസ് ഓൺ ദ ആപ്പ്. സോ ജസ്റ്റ് ഉണ്ടോ ആഡ് ഡിവൈസ്, കൺഫേം, അലോ ആഡിങ് ഉണ്ടോ ബ്ലൈൻഡ് റിക്വസ്റ്റ് റെസ്റ്റോറൻറ്റ് കണക്ട് ചെയ്തിട്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്, പെയറിങ്, ഫൈറ്റ് ഔട്ട്. Okay, so incoming calls permissions, synchronizing GPS access. Okay, so and ഇവിടെ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ നമുക്കത് ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഉണ്ട്. ഓ, സ്ക്രീൻ ടോർച്ചിൻ്റെ മോഡുണ്ട്. ആൻഡ് ദെൻ ബാറ്ററി സേവറിൻ്റെ മോഡ്, വെയ്ക്ക് ഓൺ റെസ്റ്റ്. ദാറ്റ് മീൻസ് നമ്മൾ ജസ്റ്റ് ഓഫ് ഇത് ഓണാക്കി വയ്ക്കാം. വാട്ട് ഹാപ്പൻസ് ഈസ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഓൺ ആവണമായിരിക്കും. സോ ഇഫ് ഇറ്റ് ഈസ് ടേൺഡ് ഓഫ്, അങ്ങനെ ഉണ്ടോ ഓൺ ആവത്തില്ല. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ സോ ജസ്റ്റ് ടേൺ ഇറ്റ് ഓൺ. സോ ദെൻ ബാറ്ററി സേവർ മോഡ് ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ആൻഡ് ദെൻ ഇവിടെ നോട്ടിഫിക്കേഷൻസ് ഇങ്ങോട്ട് നമുക്ക് ആ ഒരു വിഡ്ജറ്റ് സെറ്റപ്പിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇവിടെ ഗെറ്റ് ആക്സസ്. സോ ജസ്റ്റ് CMF വാച്ച് അലോ. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഇപ്പം എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. യൂസ് ആക്സസും കാര്യങ്ങളും മൊത്തം ഇവിടെ വന്നിട്ടുണ്ട്. സോ CMF വാച്ച് നീഡ് പെർമിഷൻ ടു സിങ്ക്രണൈസ് കോൺടാക്ട്സ്. നമുക്ക്
ഫോണിലുള്ള കോണ്ടാക്ട്സ് സിങ്ക് ചെയ്യാനുള്ള പെർമിഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഹെൽത്ത് മോണിറ്റർ 24/7 ഹെൽത്ത് മോണിറ്ററിങ് കാര്യങ്ങളുള്ള, ബ്ലഡ് ഓക്സിജൻ മോണിറ്ററിങ്, ഓട്ടോ സ്ട്രെസ് മോണിറ്ററിങ്. നമുക്ക് വേറെ ജസ്റ്റ് സെറ്റിങ്സ് നോക്കാം. സോ ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ചെയ്യുക, സ്വൈപ്പ് ഡൗൺ ചെയ്യുക, നോട്ടിഫിക്കേഷൻ പോലെ സെറ്റിങ്സ്. അവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഡയൽ സെറ്റിങ്സ് ഉണ്ട്. അവിടെ കുറച്ച് സ്റ്റൈൽസ് ഇത്ര ഉള്ളൂ, 4 ഓക്കെ. ആൻഡ് നമുക്ക് ജസ്റ്റ് ഇത് നിന്നിട്ട് നോക്കാം. ഓക്കെ കൂൾ. ആൻഡ് നമുക്ക് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് നമുക്ക് ഇതിങ്ങനെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ലെറ്റ്സ് ട്രൈ ദിസ് വൺ. ഓക്കെ സോ നെക്സ്റ്റ് സെറ്റിങ്സ്, ഡയൽ സെറ്റിങ്സ് അത്ര ഉള്ളൂ കേട്ടോ. ആകെ ആ ഒരു 4 ഓപ്ഷൻസേ ഉള്ളൂ. പിന്നെ ആപ്പ് വ്യൂ, ഗ്രിഡ് വ്യൂ വേണമെന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ഉണ്ട്. ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ലെവൽസ് മാക്സിമം 5 ആണ്. ഇതാണ് എൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ്. ഓക്കെ, പിന്നെ ഓട്ടോ സ്ക്രീൻ ഓഫ്, സ്ക്രീൻ ഓൺ ടൈം. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസിനകത്ത് AOD വാച്ച് ഫേസ് അവൈലബിൾ ആണ്. വാച്ച് ഫേസ് സ്റ്റൈല്, ഓക്കെ, വാച്ച് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ പിന്നെ വാച്ച് ഫേസ് സ്റ്റൈൽസ് ഉണ്ട് കേട്ടോ, കുറച്ചും കൂടെ അധികം. ഓക്കെ, എനേബിൾ ചെയ്യണോ? അത് ഇന്ന സമയം പോലെ ഇന്ന സമയം പോലെ ഇത് ഷെഡ്യൂൾ ടൈം കൊടുക്കാം. സ്റ്റാർട്ട് ആൻഡ് എൻഡ് ടൈം കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ബാക്ക് പോകാൻ പറ്റും കേട്ടോ. പിന്നെ സൗണ്ട്സ്, സോ മാക്സിമം എന്തിനും നോക്കാം. ഓക്കെ, പിന്നെ ഹാപ്റ്റിക്, ഓക്കെ, സ്ട്രോങ് സ്റ്റാൻഡ്. പക്ഷെ ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യണല്ലോ കേട്ടോ ആ ഒരു ഹാപ്റ്റിക് മോട്ടറിന്റെ. ജസ്റ്റ് ഓക്കെ ഹാപ്റ്റിക് മോട്ടർ എന്ന് പറയാം. നമ്മൾ ഈ ഒരു സെഗ്മെന്റ് ഒരു 3K അറൗണ്ട് നമ്മൾ കാണുന്ന ഒരു വാച്ചിന് തന്നെ ഉള്ളൂ. എടുത്ത് പറയേണ്ട ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് അഡ്ജസ്റ്റ് ആ ലാംഗ്വേജിന്റെ ഓപ്ഷൻ. സിസ്റ്റം മെനുവിനകത്ത് ജസ്റ്റ് ബേസിക്കേ ഉള്ളൂ. റീസ്റ്റാർട്ട്, പവർ ഓഫ്, റീസെറ്റ് കാര്യങ്ങൾ. എബൌട്ടിനകത്ത് നത്തിങ്. സോ ദാറ്റ്സ് ഇറ്റ്. ആപ്സ് എടുക്കാനായിട്ട് ജസ്റ്റ് ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. സിംഗിൾ പ്രസ് ചെയ്ത് ആപ്സ് പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ മൊത്തം മറ്റേ ആ റണ്ണിങ്ങിന്റെ മോണിറ്റേഴ്സും കാര്യങ്ങളായിരിക്കും. ഓക്കെ, ദെൻ നമ്മുടെ ഹാർട്ട് റേറ്റ്. സോ ജസ്റ്റ് ഒന്ന് റാൻഡം ചെക്ക് ചെയ്യാം. സോ നെക്സ്റ്റ് നമുക്ക് ആ ഫീച്ചേഴ്സ് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഹാർട്ട് റേറ്റ് സെൻസർ ഇപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഓൾറെഡി ഉണ്ട് മെഷർ 88 ഡൈനാമിക് ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് അവിടെ വന്നത് O2 നമുക്കിവിടെ മെഷർ ചെയ്യാൻ പറ്റും. ബ്ലഡ് ഓക്സിജൻ ലെവൽസ് ആൻഡ് 98% കാണിച്ചേക്കണേ. ആൻഡ് നെക്സ്റ്റ് ആക്ടിവിറ്റിയുടെ ഒരു മെഷർമെന്റ്. ആപ്പിളിന്റെ ഒക്കെ ഒരു സെറ്റപ്പ് ആട്ടോ വെച്ച് കൊടുത്തേക്കണം. ആപ്പിളിന്റെ സ്പോർട്സ് ആപ്പിന്റെ സ്ട്രെസ് റേറ്റ് ആട്ടോ 56 നോർമലാന്നൊക്കെ പറഞ്ഞേക്കണേ. ആൻഡ് ദെൻ ഇത് നമ്മുടെ കോൾസിന്റെ. ആൻഡ് ദെൻ മ്യൂസിക്കിന്റെ. ഓക്കെ, ആൻഡ് ദെൻ ക്യാമറ, നമ്മുടെ വെതർ ഇൻഫർമേഷൻ ആണ്. സ്റ്റാർട്ട്. ഓക്കെ, നമ്മുടെ റിലാക്സ് മോഡിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ്. ഇൻഹേൽ എക്സേൽ ടൈപ്സ് ആണോ. ആൻഡ് നമ്മുടെ മൈക്രോഫോണിന്റെ. നെക്സ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് വാച്ച്, ടൈമർ, അലാറം, ടോർച്ച്, ഫോൺ കണ്ടുപിടിക്കാനുണ്ടോ. ഓക്കെ, കണ്ടോ ഓപ്ഷൻ. ആൻഡ് ഫൈനലി ദ സെറ്റിംഗ്സ്, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇതിന്റെ AMOLED പാനൽ നമുക്ക് ജസ്റ്റ് ഒരു വൈറ്റ് സ്ക്രീനിൽ ജസ്റ്റ് കാണിച്ചു തരാം എന്തോരം കണ്ടോ. ബെസൽ ഇച്ചിരി കൂടുതലാണ്, നോക്കിയറിയാം. ഭയങ്കര അത്യാവശ്യം നല്ല തിക്ക് ബെസൽസ് ഉണ്ട്. പക്ഷേ ഒരു ഫയർ ബോൾട്ടിന്റെ വാച്ച് കാണിച്ചു തരാം. സോ ഇതിന്റെ ഉണ്ട് ബെസൽ ഇത് ഇത്രേ വന്നിട്ടുള്ളൂ. ആൻഡ് ഓൾമോസ്റ്റ് സെയിം തന്നെയായിട്ട് രണ്ട്. ദാറ്റ് മീൻസ് ഇതൊരു 299 3K അറൗണ്ട്. ദാറ്റ് മീൻസ് അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ കണ്ടുവരുന്ന വാച്ചസിന് അതേ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക്. പിന്നെ എനിക്ക് കുറച്ചുകൂടെ UI കുറച്ചുകൂടെ റെസ്പോൺസീവ് ആൻഡ് ഫ്ലൂയിഡിക് ആയിട്ട് തോന്നി. അതാണ് എനിക്ക് എടുത്ത് പറയേണ്ടതായിട്ട്. പിന്നെ ഇന്റർഫേസിന്റെ ആ ഒരു സ്മൂത്ത്നെസ്സും കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ അത് അവരുടെ ഒബ്വിയസ്ലി ആ ഒരു നത്തിങ് സ്റ്റൈൽ സെറ്റപ്പിൽ ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് ബിൽഡ് കുഴപ്പമില്ല. കുറച്ച് ഇങ്ങനത്തെ ഹാൻഡി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആയി ഉണ്ടോ. ഓക്കെ, സോ ആൻഡ് ഊരാൻ ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഇത് വലിക്കുമ്പോൾ തന്നെ ഉണ്ടോ ഊരി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്.